ഓക്കെ, അപ്പോൾ നമ്മളുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടീഷൻസ് ഓഫ് ബൈ ബാക്ക് ആയിരുന്നു പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ബൈ ബാക്ക് ഓഫ് ഷെയർ ആണ്. എന്തൊക്കെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് നമ്മൾ പ്രിഫറൻസ് ഷെയർ റിഡംഷനൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് പാർട്ട്ലി പെയ്ഡ് പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് പ്രിഫറൻസ് ഷെയർ ആക്കി മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ, റിഡംഷൻ കണ്ടക്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മളുടെ ബൈബാക്കിൻ്റെ കേസിലും പറയുന്നത്. നമ്മുടെ സെക്യൂരിറ്റീസ് ഓൺ സെക്യൂരിറ്റി കമ്പനി തിരിച്ച് വാങ്ങിക്കുന്ന സമയത്ത് ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് പാർട്ട്ലി പെയ്ഡ് ആണെങ്കിൽ അത് ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കിയതിന് ശേഷം മാത്രമേ ബൈബാക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഫസ്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ പറയുന്നത്. ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് സെക്യൂരിറ്റീസ് ക്യാൻ ബി ബോട്ട് ബാക്ക്. ഇഫ് ദ സെക്യൂരിറ്റീസ് ആർ പാർട്ട്ലി പെയ്ഡ് ദേ മസ്റ്റ് ബി മെയ്ഡ് ഫുള്ളി പെയ്ഡ് അപ്പ് ബൈ മേക്കിംഗ് ഫൈനൽ കോൾ. അപ്പോൾ ലാസ്റ്റ് കോളൊക്കെയാണ് വിളിക്കാനുള്ളതെങ്കിൽ അതുകൂടി വിളിച്ചിട്ട് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മുഴുവനായിട്ടും പേ ചെയ്തതിന് ശേഷം പെയ്ഡപ്പ് ആയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പർട്ടിക്കുലർ സെക്യൂരിറ്റി നമുക്ക് കമ്പനിക്ക് ബൈബാക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ദെൻ സെക്കൻഡ് പ്രൊവിഷൻ പറയുന്നത് സഫിഷ്യൻറ്റ് ബാലൻസ് മസ്റ്റ് ബി സ്റ്റാൻഡിങ് ടു ദ ക്രെഡിറ്റ് ഓഫ് ഫ്രീ റിസർവ്സ് ഇഫ് ബൈബാക്ക് ഇസ് ടു ബി മെയ്ഡ് ഫ്രം ഫ്രീ റിസർവ്സ്. നമ്മൾ സോഴ്സസ് ഓഫ് ബൈബാക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ഒരു സോഴ്സാണ് ഫ്രീ റിസർവ്സ് എന്ന് പറയുന്നത്. അപ്പം ഫ്രീ റിസർവ്സിൽ സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം, ഇൻ കേസ് നമ്മൾ ഫ്രീ റിസർവ് ആണ് സോഴ്സ് ആക്കി എടുക്കുന്നത് എങ്കിൽ. നെക്സ്റ്റ് പറയുന്നത് if the shares are bought back out of free reserves or securities premium reserve, an amount equal to the face value or nominal value of shares so bought back must be transferred from free reserves or securities premium reserve to capital redemption reserve account. അതായത് നമ്മൾ ഫ്രീ റിസർവിൽ നിന്നാണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ, ഫ്രീ റിസർവ് ആണ് സോഴ്സാക്കി എടുക്കുന്നത് എങ്കിൽ നമ്മളുടെ ബൈബാക്ക് ചെയ്യുന്ന ബോട്ട് ബാക്ക് ചെയ്യുന്ന സെക്യൂരിറ്റിയുടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂവിന് തുല്യമായ ഈക്വൽ ആയിട്ടുള്ളൊരു എമൗണ്ട് ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് പറയുന്നത്? CRR അക്കൗണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ CRR അക്കൗണ്ട് നമ്മൾ ഇതിനു മുൻപേ ഓപ്പൺ ചെയ്തതായിട്ട് പറഞ്ഞിരുന്നു. അതെന്തിൻ്റെ കേസിലായിരുന്നു? റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറിൽ ഇതേപോലെ നമ്മൾ CRR അക്കൗണ്ടിലേക്ക് നമ്മൾ റെഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയറിൻ്റെ ഫേസ് വാല്യൂവിന് തുല്യമായ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഫ്രീ റിസർവിൽ നിന്നാണ്, ദാറ്റ് മീൻസ് നമ്മളുടെ ഫ്രീ റിസർവ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്നാണ് ബോട്ട് ബാക്ക് ചെയ്യുന്നത് എങ്കിൽ പർട്ടിക്കുലർ റിസർവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ഫേസ് വാല്യൂവിന് തുല്യമായ ഏതാണോ നമ്മൾ ബൈബാക്ക് ചെയ്യുന്ന സെക്യൂരിറ്റി, ആ സെക്യൂരിറ്റിയുടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂവിന് തുല്യമായ എമൗണ്ട് ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ദ പ്രീമിയം ഇഫ് എനി paid on buyback must be written off to securities premium reserve or free reserves. ഇപ്പോൾ നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് പ്രീമിയത്തിനാണെങ്കിൽ, പ്രീമിയത്തിന് ബൈബാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ആ പ്രീമിയം റൈറ്റ് ഓഫ് ചെയ്യുന്നത് എഗൻസ്റ്റ് ഏതിൽ നിന്നായിരിക്കും? സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്. ഇൻ കേസ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് നമുക്ക് ബാലൻസ് തന്നിട്ടില്ല എങ്കിൽ ഫ്രീ റിസർവിൽ നിന്ന് ബൈബാക്കിൻ്റെ കേസിൽ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് discount on buyback, not payback, buyback if any must be transferred to capital reserve. അതേപോലെ തന്നെ നമ്മൾ ഡിസ്കൗണ്ടിൽ ബൈബാക്ക് ചെയ്യുന്ന പേബാക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ എന്തായിരിക്കും? ക്യാപിറ്റൽ റിസർവിലേക്ക് ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് പറയുന്നത്. ഡിസ്കൗണ്ട് ഓൺ പേ ബാക്ക് ഇഫ് എനി. ഇൻ കേസ് നമ്മൾ പേ ബാക്ക് ഡിസ്കൗണ്ടിലാണെങ്കിൽ എന്തായിരിക്കണം? ക്യാപിറ്റൽ റിസർവിലേക്ക് ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് CRR can be utilized for the purpose of issuing fully paid bonus shares. നമ്മൾ ഓൾറെഡി പ്രിഫറൻസ് ഷെയർ റിഡംഷനിൽ പറഞ്ഞിരുന്നു CRR അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഓൺലി വൺ പർപ്പസ്, ദാറ്റ് ഈസ് ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ. ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ ആ ഒരു ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബൈബാക്ക് ഓഫ് ഷെയറിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാർട്ട്ലി പെയ്ഡ്
സെക്യൂരിറ്റി ആണെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് സെക്യൂരിറ്റി ആക്കിയിട്ട് മാറ്റണം. അതായത് ഫൈനൽ കോളൊക്കെ വിളിക്കാനുണ്ടെങ്കിൽ അതുകൂടി വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫുള്ളി പെയ്ഡപ്പ് ആക്കിയതിന് ശേഷം വേണം ബൈബാക്ക് കണ്ടക്ട് ചെയ്യാൻ. അതേപോലെ തന്നെ നമ്മൾ ഫ്രീ റിസർവ്സിൽ നിന്നാണ് ബൈബാക്ക് ചെയ്യുന്നത് എങ്കിൽ ഫ്രീ റിസർവിൽ സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ഫ്രീ റിസർവ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്നൊക്കെയാണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബൈബാക്ക് ചെയ്യുന്ന സെക്യൂരിറ്റിയുടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂവിന് തുല്യമായ ഒരു എമൗണ്ട് ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് പറയുന്നത്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക്. ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുള്ളൂ? ഇറ്റ് ഈസ് ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. ഓക്കെ, അതേപോലെ തന്നെ പ്രീമിയത്തിനാണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രീ റിസർവിലേക്ക് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. അതേപോലെ തന്നെ ഡിസ്കൗണ്ടിലാണെങ്കിൽ നമ്മളത് ക്യാപിറ്റൽ റിസർവിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ എമൗണ്ട്. കാരണം ഡിസ്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ എമൗണ്ട് എന്തിലേക്കായിരിക്കും, ക്യാപിറ്റൽ റിസർവിലേക്കായിരിക്കും ആ ഡിസ്കൗണ്ട് നമ്മൾ ബൈബാക്ക് ഡിസ്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് മാക്സിമം നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു റിസോഴ്സസിനെ കുറിച്ചും നമുക്ക് എത്രത്തോളമാണ് നമ്മൾ കണ്ടീഷൻസ് മെൻഷൻ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. എന്നാലും ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, കാൽക്കുലേഷൻ ഓഫ് മാക്സിമം നമ്പർ ഓഫ് ഷെയർസ്. നമുക്ക് എത്രത്തോളം ഷെയർ, മാക്സിമം എത്ര ഷെയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോട്ട് ബാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. The maximum number of shares that can be bought back will be the lowest of the following 3 tests. അപ്പം താഴെ പറയുന്ന 3 സിറ്റുവേഷനിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർസ് ബോട്ട് ബാക്ക് ചെയ്യാം. അപ്പം നോക്കാം, ഫസ്റ്റ് റിസോഴ്സ് ടെസ്റ്റ്, സെക്കൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ടെസ്റ്റ്, ദെൻ ഡെപ്റ്റ് റേഷ്യോ ആണ് പറയുന്നത്. ഇപ്പം അതായത് ഫസ്റ്റ് റിസോഴ്സ് ടെസ്റ്റ് ആയാലും നമുക്ക് എന്തായിരിക്കും, ഈ താഴെ പറഞ്ഞിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ടെസ്റ്റും ഡെപ്റ്റ് റേഷ്യോയും നമ്മൾക്ക് അത് എന്താ പറയുക, നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞ റിസോഴ്സ് ടെസ്റ്റ് മീൻസ് നമ്മളിപ്പം ക്യാപിറ്റൽ അതായത് നമ്മുടെ ഫ്രീ റിസർവിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ബൈബാക്ക് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, നമ്മുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അതേപോലെ തന്നെ ഫ്രീ റിസർവ്, നമ്മളുടെ കമ്പനിക്ക് എത്രത്തോളമാണോ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അതേപോലെ തന്നെ നമ്മുടെ കമ്പനിക്കുള്ള ഫ്രീ റിസർവ് അതിൻ്റെ 25% ഉയരാൻ പാടില്ല നമ്മൾ ബൈബാക്ക് ചെയ്യുന്ന ഷെയർ. ഓക്കെ, ബൈബാക്ക് ഷുഡ് നോട്ട് എക്സീഡ് 25% ഓഫ് ദ അഗ്രിഗേറ്റ് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്. ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും അതേപോലെ തന്നെ ഫ്രീ റിസർവും ഇതിൻ്റെ ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ് ഇൻറ്റു 25% ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത്ര പോർഷനെ നമുക്ക് ബൈബാക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ടെസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് ബൈബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർ ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ഷുഡ് നോട്ട് എക്സീഡ് 25% ഓഫ് ദ ടോട്ടൽ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഇപ്പോൾ നമ്മളൊരു ഇയറിൽ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് എത്രയും ബൈബാക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇക്വിറ്റി ഷെയറിൻ്റെ മുകളിൽ ബൈബാക്ക് നമ്മുടെ ടോട്ടൽ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ 25% ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ. അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ബൈബാക്ക് ചെയ്യാൻ, ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, നെക്സ്റ്റ് ഡെപ്റ്റ് റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് പറയുന്നത്. ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 2:1 ആഫ്റ്റർ ബൈബാക്ക്. നമ്മൾ ബൈബാക്ക് കണ്ടക്ട് ചെയ്തതിന് ശേഷം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്തിൽ കൂടാൻ പാടില്ല, 2:1 എന്നുള്ള പ്രൊപ്പോർഷനിൽ കൂടാൻ പാടില്ല. ഓക്കെ, അത് നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇക്വിറ്റീനകത്ത് എന്തുണ്ടാവും, നമ്മുടെ ഫ്രീ റിസർവ്സ് കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മുടെ എന്തായിരിക്കും, ബൈബാക്ക് കണ്ടക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബിസിനസ്സിൽ ഓൺഡ് ക്യാപിറ്റലും ഉണ്ടാവും, ബോറോഡ് ക്യാപിറ്റലും ഉണ്ടാവും. അപ്പം ബോറോഡ് ക്യാപിറ്റലിൻ്റെയും ഓൺഡ് ക്യാപിറ്റലിൻ്റെയും പ്രൊപ്പോർഷൻ എങ്ങനെയായിരിക്കണം, 2:1 എന്നുള്ള പ്രൊപ്പോർഷനിലായിരിക്കണം. 2 മീൻസ് ഡെപ്റ്റ് ആൻഡ് 1 ഈസ് ഇക്വിറ്റി. അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കീപ്പ് ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് കാൽക്കുലേഷൻ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോവാം. നമ്മൾ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് പോയിൻറ്റ്സ് വരുന്നത്, അതായത് നമ്മൾ ഫ്രഷ് ഏതെല്ലാം രീതിയിലാണ് നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുക. ഒന്ന്, പുതിയ ഇഷ്യൂ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അത് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം, അല്ലേ? അതായത് ഇപ്പം പിന്നെ നമ്മൾ ഇക്വിറ്റി ഷെയർ ആണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ ഇക്വിറ്റി ഷെയർ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയില്ല. പ്രിഫറൻസ് ഷെയർ ആയിരിക്കും ഇഷ്യൂ ചെയ്യുക.
അല്ലേ? ദെൻ നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് എന്ത് ഷെയറാണ്? ഇക്വിറ്റി ഷെയറാണ്. അപ്പോൾ നമുക്ക് ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്യാനായിട്ട് പുതിയതായിട്ട് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ. ദെൻ പ്രിഫറൻസ് ഷെയറോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്റ്റ് ക്യാപിറ്റലായിട്ടുള്ള ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർ, അതേപോലെ തന്നെ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, ദെൻ ബൈബാക്ക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതേപോലെ തന്നെ ബൈബാക്ക് എൻട്രി, ദെൻ ബൈബാക്ക് ചെയ്ത ഷെയർ നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഇത്രയും. അതേപോലെ തന്നെ നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി, അതേപോലെ തന്നെ പ്രീമിയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രി, ദെൻ എന്തെങ്കിലും ബൈബാക്ക് എക്സ്പെൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നോക്കാം. ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. As already stated, a company can buy back its shares out of the proceeds of fresh issue of shares or other securities. അപ്പോൾ നമുക്ക് ബൈബാക്ക് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ബൈബാക്കിന് വേണ്ടിയിട്ട് കമ്പനിക്ക് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഫണ്ട് എന്ത് ചെയ്യാം, ബൈബാക്കിന് വേണ്ടി ചൂസ് ചെയ്യാം, അല്ലേ? സോ ദ ഷെയർസ് ഇഷ്യൂഡ് ഫോർ ബൈബാക്ക് മസ്റ്റ് നോട്ട് ബി ഓഫ് സെയിം കൈൻഡ് ഓഫ് ഷെയർസ് വിച്ച് ആർ ടു ബി ബോട്ട് ബാക്ക്. അതായത് ബൈബാക്ക് ചെയ്യുന്ന സെയിം ഷെയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രഷ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. ഇറ്റ് മീൻസ് ദാറ്റ് ഇഫ് ഇക്വിറ്റി ഷെയർസ് ആർ ടു ബി ബോട്ട് ബാക്ക്, ദെൻ പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ആസ് എ സോഴ്സ് ഓഫ് ബൈബാക്ക്. അപ്പോൾ നമുക്ക് ഇക്വിറ്റി ഷെയർ ആണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ആ പർട്ടിക്കുലർ ഇക്വിറ്റി ഷെയർ ബൈബാക്കിൻ്റെ സോഴ്സായിട്ട് നമുക്ക് പ്രിഫറൻസ് ഷെയർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയ ഇഷ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ അതിന് നേരെ ആനുപാതികമായിട്ട് ഏതായിരിക്കും, ഇക്വിറ്റി ഷെയർ ആയിരിക്കും നമ്മൾ ബൈബാക്കിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ. ദെൻ നോക്കാം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് പാറിൽ ഇഷ്യൂ ചെയ്യുന്നതുണ്ട്, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. നോക്കാം. ഫസ്റ്റ് എൻട്രി, വെൻ പ്രിഫറൻസ് ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ. നമ്മൾ പ്രിഫറൻസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്, ഇത് പാറിനാണെങ്കിൽ, പാർ മീൻസ് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ 10 രൂപയ്ക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്യുന്ന സിറ്റുവേഷനാണ്. നമ്മൾ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന എൻട്രി ആണെന്ത്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർസ് ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഓൺ ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, പ്രിഫറൻസ് ഷെയർ അലോട്ടഡ് അറ്റ് പാർ. നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അക്കൗണ്ടിലേക്ക് മാറ്റാം. പ്രിഫറൻസ് ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. എത്രയാണോ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന എമൗണ്ട് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് കാണിക്കും. ഓക്കെ. ദെൻ നമ്മൾ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ, വെൻ പ്രിഫറൻസ് ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, പ്രീമിയത്തിനാണ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യുന്നത് എങ്കിൽ എന്തായിരിക്കും, ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന എൻട്രി സെയിം തന്നെയാണ്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ സെയിം എൻട്രി തന്നെയാണ് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന എൻട്രി. ദെൻ നെക്സ്റ്റ് അത് നമ്മൾ പ്രിഫറൻസ് ഷെയർ അലോട്ടഡ് അറ്റ് പ്രീമിയം എൻട്രി, പ്രിഫറൻസ് ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രീമിയം എമൗണ്ട് എന്തിലേക്കാണ് പോവുക, ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിനാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിലെ എമൗണ്ട് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്, ബൈബാക്ക് ചെയ്യുന്നത് പ്രീമിയത്തിനാണെങ്കിലോ അവിടെ നമ്മൾക്ക് ശരിക്ക് തിരിച്ചു കൊടുക്കുന്നത് പ്രീമിയത്തിനാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ലോസ്, ആ നോമിനൽ വാല്യൂവിനേക്കാൾ അധികമായ വിലയ്ക്ക് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരിക ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ എന്തിൽ നിന്നാണ് എടുത്തു കൊടുക്കുക, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്ന്. അപ്പോൾ അവിടെ നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിന് ഡെബിറ്റാണ് ചെയ്യുക. ഇപ്പം ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മളുടെ ഫേസ് വാല്യൂവിന് അധികമായ ഒരു വില കമ്പനിയിലേക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ. ദെൻ നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ഷെയറിൻ്റെ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർ പറഞ്ഞു. ദെൻ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സ്ഥാനത്ത് ഒരു വ്യത്യാസമുള്ളൂ. നമ്മൾ നേരത്തെ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് എന്ത് വരും, ഡിബഞ്ചർ അക്കൗണ്ട് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിബഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കേഷൻ മണി അലോട്ട്മെൻറ്റ് മണി വരുന്നുണ്ടോ, ഇല്ല. അപ്പോൾ അവിടെ എന്താണ്, നമ്മൾ
ആ എമൗണ്ട് റിസീവ് ചെയ്യുന്ന എൻട്രി. നമ്മൾ ഡിബഞ്ചർ പാറിന് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഡിബഞ്ചർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ബാങ്കിൽ എമൗണ്ട് റിസീവ് ചെയ്തു. ഓക്കെ. എന്നാൽ നെക്സ്റ്റ് നമ്മൾ ഡിസ്കൗണ്ടിനാണ് നമുക്ക് ഡിബഞ്ചർ എന്ത് ചെയ്യാം? ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യാം അല്ലേ? അങ്ങനെയാണ് ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിലോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ. അപ്പോൾ എത്രയായിരിക്കും? ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എത്രയാണോ എമൗണ്ട് റിസീവ് ചെയ്തത് ആ എമൗണ്ടാണ് ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്, അതായത് ബാങ്ക് അക്കൗണ്ടിൽ 90,000 ദെൻ ഡിസ്കൗണ്ട് 10,000. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ശരിക്കും ഡിബഞ്ചർ എമൗണ്ട് എത്രയായിരിക്കും? 1 lakh. ഓക്കെ ആണോ? ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിബഞ്ചർ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാണോ നമ്മൾ എമൗണ്ട് റിസീവ് ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കൂ, പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബാങ്കിൽ ഫേസ് വാല്യൂവിനേക്കാൾ അധികമായ എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടാവും. പ്രീമിയത്തിനല്ലേ ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് എത്രയാണോ ഡിബഞ്ചർ എമൗണ്ട് ആ എമൗണ്ടേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. നേരത്തെ ഇവിടെ നമ്മൾ ഡിസ്കൗണ്ടിനായതുകൊണ്ട് 1,00,000 വാല്യൂ വരുന്ന ഡിബഞ്ചർ എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്യുന്നത് ഡിസ്കൗണ്ടിനായതുകൊണ്ട് 90,000 ആയിരിക്കും. അപ്പോൾ അവിടെ ഡിസ്കൗണ്ട് എത്രയാണ്? 10,000. ശരിക്കും ഡിബഞ്ചർ 1 lakh ആണ്. ഇൻ കേസ് അത് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അപ്പോൾ അധികം വാല്യൂ എത്രയാണ്? 10,000 ആണ് പ്രീമിയം. ഡിബഞ്ചർ വാല്യൂ 1 lakh ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അക്കൗണ്ടിൽ റിസീവ് ചെയ്യുന്ന എമൗണ്ട് എത്രയായിരിക്കും? ബാങ്ക് അക്കൗണ്ടിൽ 1,10,000 എമൗണ്ട് റിസീവ് ചെയ്തതായിട്ട് കാണിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ പുതിയ ഷെയറോ അല്ലെങ്കിൽ പുതിയ ഡിബഞ്ചറോ ഇഷ്യൂ ചെയ്യുന്ന എൻട്രി. ദെൻ നെക്സ്റ്റ് ഓപ്പണിംഗ് എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് ബൈബാക്ക്. ബൈബാക്കിൻ്റെ കേസിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. As per Rule 17 subsection 8 of the Companies Rule 2014, a separate bank account is required to be opened for the purpose of buyback. അപ്പോൾ നമ്മൾ റൂൾ 17 സബ്സെക്ഷൻ 8 പ്രകാരം 2014 റൂൾ പ്രകാരം കമ്പനി ബൈബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഷെയർ ബൈബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. Then this account is opened by the company immediately after the date of disclosure of offer. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബൈബാക്കിൻ്റെ ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന എൻട്രി എന്താണ്? ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ബൈബാക്കിൻ്റെ കേസിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന എൻട്രിയാണത്. ദെൻ ഇനി നമ്മൾ ബൈബാക്ക് ഓഫ് ഷെയറിലേക്ക് വരികയാണ്. നമ്മൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ പറഞ്ഞ പോലെ ബൈബാക്ക് ഓഫ് ഷെയറിലേക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന പ്രോസസ്സിലുള്ള ജേണൽ എൻട്രിയിലേക്ക് വരികയാണ്. ബൈബാക്ക് ഓഫ് ഷെയർ ജേണൽ എൻട്രി എന്തൊക്കെയാണെന്ന് നോക്കാം. ബൈബാക്ക് എൻട്രി എന്താണ് വരുന്നത്? Equity share buyback account debtor to buyback bank account. The amount paid to shareholders towards the buyback of shares. ഈ ഒരു എൻട്രി നമ്മൾ നോട്ട് ചെയ്യുന്നതോടുകൂടി ബൈബാക്ക് അക്കൗണ്ട് ക്ലോസ് ആവും. ഓക്കെ. ഇപ്പോൾ നമ്മൾ ബൈബാക്ക് ഓഫ് ഷെയർ എൻട്രി പറഞ്ഞു. ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു കഴിഞ്ഞു. അതോടുകൂടി ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടും ക്ലോസ് ആവും. ഓക്കെ. ഇപ്പം ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിരുന്ന എൻട്രി നോക്കുക. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ ബൈബാക്ക് ഓഫ് ഷെയർ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡെബിറ്റ് എൻട്രി വന്നതിൻ്റെ നേരെ ഒരു ക്രെഡിറ്റ് എൻട്രി വന്നു. അപ്പം ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് അവിടെ എന്താവും? ക്ലോസ് ആവും. ബൈബാക്ക് ഓഫ് ഷെയർ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ. ദെൻ നമ്മളിപ്പം ബൈബാക്ക് ചെയ്തിട്ട് കമ്പനിക്ക് ഇപ്പം എന്ത് കിട്ടി? കമ്പനിയുടെ ഷെയർ കമ്പനി തിരിച്ചു വാങ്ങി. പിന്നെ നമ്മൾ ഡിബഞ്ചറിൻ്റെയൊക്കെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്പൺ മാർക്കറ്റ് നോൺ ഡിബഞ്ചർ പർച്ചേസ് ചെയ്തിട്ട് അത് ഒന്നുകിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പേർപ്പസിന് വേണ്ടി അത് കീപ്പ് ചെയ്യുമെന്ന്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒന്നുകൂടി ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ എന്താണ് പുതിയ ഇഷ്യൂ കണ്ടക്ട് ചെയ്യും. പക്ഷേ ഇവിടെ ഷെയറിൻ്റെ സിറ്റുവേഷനിൽ പറയുന്നത് ആസ് പെർ സെക്ഷൻ 68 the shares cannot be purchased by the company for investment purpose.
ഇറ്റ് മീൻസ് ദ ബൈബാക്ക് ക്യാൻ ബി മെയ്ഡ് ബൈ ദ കമ്പനി ഫോർ ക്യാൻസലേഷൻ അറ്റ് ഡിസ്കൗണ്ട് ഓൾസോ. അപ്പോൾ ഇവിടെ ബൈബാക്കിൻ്റെ സിറ്റുവേഷനിൽ ബൈബാക്ക് ചെയ്ത തിരിച്ചു വാങ്ങിച്ച ഷെയർ ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യില്ല. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കത് പാറിൽ ക്യാൻസൽ ചെയ്യാം, പ്രീമിയത്തിൽ ക്യാൻസൽ ചെയ്യാം, ഡിസ്കൗണ്ടിൽ ക്യാൻസൽ ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക്. ഫസ്റ്റ് നമ്മൾ പാറിൽ ക്യാൻസൽ ചെയ്യുന്ന എൻട്രിയാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, പർട്ടിക്കുലർ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് നമ്മൾ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ എന്തായി, ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ ആണോ? ദെൻ അതോടുകൂടി ഇക്വിറ്റി ബൈബാക്ക് എന്തായി, ക്യാൻസലായി കഴിഞ്ഞു. ബൈബാക്ക് ഓഫ് ഷെയർ, നമ്മൾ ഷെയർ ബൈബാക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്തു. ഇൻ കേസ് അത് പ്രീമിയത്തിനാണെങ്കിൽ അവിടെ എന്താണ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്. അവിടെ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്കിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കൗണ്ടിനാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ അവിടെ ആ പ്രോഫിറ്റ്, അതായത് നമ്മൾ ഡിസ്കൗണ്ടിന് തിരിച്ച് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് മുഴുവൻ എമൗണ്ട് ആർക്ക് കൊടുക്കേണ്ട, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ഡിസ്കൗണ്ടിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ പറയുന്നുണ്ട്. എന്താണ്, ഡിസ്കൗണ്ടിനാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ഡിസ്കൗണ്ടിന് റിസീവ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. സോ അതെന്തിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക്. പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നഷ്ടമാണ് പ്രീമിയത്തിന് തിരിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ബൈബാക്ക് ചെയ്യാൻ മീൻസ് നമ്മുടെ ഫണ്ട് തിരിച്ചു കൊടുക്കുന്നത് പ്രീമിയത്തിനായിരിക്കും, അല്ലെങ്കിൽ ഫണ്ട് തിരിച്ചു കൊടുക്കുന്നത് ഡിസ്കൗണ്ടിൽ, അല്ലെങ്കിൽ പാറിൽ. അതിൽ ഡിസ്കൗണ്ടിലാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ്. ബൈബാക്ക് ചെയ്യുന്നത് ഡിസ്കൗണ്ടിനാണെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്, പ്രീമിയത്തിനാണെങ്കിൽ ക്യാപിറ്റൽ ലോസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്യാൻസലേഷൻ ഓഫ് ബൈബാക്ക് കംപ്ലീറ്റ് ആയി. ദെൻ നെക്സ്റ്റ് എങ്ങനെയാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഒന്നുകിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഫ്രീ റിസർവ് അക്കൗണ്ടിൽ നിന്ന് എന്തിലേക്ക്, ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. നെക്സ്റ്റ് നമ്മൾ ബൈബാക്ക് പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് പ്രീമിയത്തിനാണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പ്രീമിയം എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ അത് റൈറ്റ് ഓഫ് ചെയ്യുന്നത് പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്നോ, അല്ലെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്നോ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും എന്ത് ചെയ്യാം, പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് റൈറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ ആണോ? എന്നുവെച്ചാൽ ഇവിടെ പറയുന്നത് ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്തെ നമ്മൾ പ്രീമിയത്തിനാണെങ്കിൽ ഒരു പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ടില്ലേ, ഈ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, അത് റൈറ്റ് ഓഫ് ചെയ്യണം. റൈറ്റ് ഓഫ് ചെയ്യുന്നത് എന്തിൽ നിന്നൊക്കെയാണ്, ഇവിടെ താഴെ പറയുന്നത് നോക്കുക. ജനറൽ ഫസ്റ്റ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യുക. ഇൻ കേസ് അതിൽ സഫീഷ്യൻറ്റ് ബാലൻസ് ഇല്ലെങ്കിൽ ജനറൽ റിസർവിൽ നിന്നോ നമ്മുടെ സർപ്ലസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നോ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഓഫ് ചെയ്യാം. അവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, ഇവിടെ പിന്നെ ക്രെഡിറ്റ് ആയി, ആ എമൗണ്ട് അവിടെ ക്ലോസ് ആവും. ഓക്കെ ആണോ? അതേപോലെ എന്തെങ്കിലും ബൈബാക്ക് എക്സ്പെൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. നമ്മൾ ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് വിൽ ബി ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ദ എമൗണ്ട് ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓർ ടു അതർ റിസർവ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ബൈബാക്ക് എക്സ്പെൻസ് ഓപ്പൺ ചെയ്തു, അത് എന്തിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്, നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് ക്യാഷ്, അതായത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് പോകും. എന്നിട്ട് നമ്മൾ ഈ ബൈബാക്ക് അക്കൗണ്ടിന് എന്തിൽ നിന്നാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബൈബാക്ക് എക്സ്പെൻസ് ഡെബിറ്റ് എൻട്രി വന്നത്, ഒരു ക്രെഡിറ്റ് എൻട്രി വന്നു, അതായത് നമ്മൾ എന്തിൽ നിന്നാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ഓക്കെ ആണോ? ടു ബൈ ബാക്ക് എക്സ്പെൻസ് എന്നുള്ളൊരു ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും എക്സ്പെൻസ് ആയിട്ട്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ബൈബാക്കിൽ വരുന്ന
അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ. അപ്പോൾ നമ്മൾ ആദ്യം ഇഷ്യൂ കണ്ടക്ട് ചെയ്യുന്ന ജേണൽ എൻട്രീസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇഷ്യൂ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ആദ്യം പറഞ്ഞു. ദെൻ നെക്സ്റ്റ് പ്രിഫറൻസ് ഷെയർ നമ്മുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് പറഞ്ഞു. അതായത് ഇക്വിറ്റി ഷെയർ ആണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നെങ്കിൽ അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റിയ പ്രിഫറൻസ് ഷെയർ ആണ്. പിന്നെ ഒന്ന് എന്ത് ചെയ്യാം, ബോറോഡ് ക്യാപിറ്റലായിട്ടുള്ള ഡിബഞ്ചറിനെ നമുക്ക് ഇഷ്യൂ ചെയ്യാം. പിന്നെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതായത് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ബൈബാക്ക് പേർപ്പസിന് വേണ്ടിയിട്ട്. ദെൻ ബൈബാക്ക് ഓഫ് ഷെയർ കണ്ടക്ട് ചെയ്യുന്ന എൻട്രിയാണ് നമ്മൾ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, അങ്ങനെ ബൈബാക്ക് ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ആവും. ദെൻ നമുക്ക് പറഞ്ഞിട്ടുള്ള ക്യാൻസലേഷൻ ഓഫ് ഷെയർ ബോട്ട് ബാക്ക്, നമ്മൾ ബൈബാക്ക് ചെയ്ത് ഷെയർ ക്യാൻസൽ ചെയ്യുന്നതാണ്. അത് പാറിനും പ്രീമിയത്തിനും ഡിസ്കൗണ്ടിലും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതിൽ പാറിലാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആഫ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്. ദെൻ എനിക്ക് ഓൾറെഡി വന്നിട്ടുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് വന്നത് ഡെബിറ്റ് വന്നിട്ട് ആ എമൗണ്ട് ക്യാൻസൽ, ആ ഒരു ഷെയർ ക്യാപിറ്റൽ ക്യാൻസൽ ആവും. ഇനി പ്രീമിയത്തിനാണെങ്കിൽ എന്തായിരിക്കും, അഡീഷണൽ ആയിട്ടൊരു പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ടിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യാനുണ്ടാവും. അതായത് ഈ എൻട്രിയിൽ അഡീഷണൽ ആയിട്ടൊരു പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് ഉണ്ടാവും. ഇൻ കേസ് നമ്മൾ ഡിസ്കൗണ്ടിനാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഒരു 2 റിസർവ്സ് ക്യാപിറ്റൽ റിസർവ് ആണ് താഴെ വരുന്ന ഈ എൻട്രി. അതായത് നമ്മൾക്ക് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്, നമ്മളത് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ നമ്മൾ CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ. അപ്പോൾ അതിൽ CRR അക്കൗണ്ട് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്നോ ഫ്രീ റിസർവ്സിൽ നിന്നോ ആണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബൈബാക്ക് ക്യാൻസലിൽ പ്രീമിയത്തിനാണെങ്കിൽ അവിടെ പ്രീമിയം റിസർവ് പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യണം. അത് ഒന്നുകിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്ന് എടുക്കാം. ഇനി അതിൽ സഫീഷ്യൻറ്റ് ബാലൻസ് ഇല്ലെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ജനറൽ റിസർവിൽ നിന്നോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ എടുക്കാം. അതേപോലെ തന്നെ ബൈബാക്ക് എക്സ്പെൻസസിൻ്റെ എൻട്രി ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് ആഫ്റ്റർ ടു ബാങ്ക് ആണ്. അപ്പോൾ ഈ ബൈബാക്ക് എക്സ്പെൻസ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് എക്സ്പെൻസസ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങൾക്ക് സഫീഷ്യൻറ്റ് ബാലൻസ് ഇല്ലെങ്കിൽ അതർ റിസർവ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈബാക്ക് എക്സ്പെൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇത്രയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇനി നമുക്കൊരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, നോക്കാം. അതടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.